ഹിമാചൽ പ്രദേശിലെ കസൂൾ എന്ന ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ചെറിയ വിശേഷങ്ങളുമായി കസൂളിൽ നിന്ന് ഗ്രഹൺ വില്ലേജ് എന്നൊരു ഗ്രാമത്തിലേക്കാണ് അടുത്ത യാത്ര. പാർവതി റിവറാണ് ഇതിൻ്റെ ഈ സൈഡിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ ആരെയും കണ്ണഞ്ചി കുത്തുന്ന ദൃശ്യങ്ങളുമായി ഇവിടെ നിന്ന് ഗ്രഹൺ വില്ലേജിലേക്ക് 9 കിലോമീറ്ററോളം ദൈർഘ്യമുണ്ട്. ടാക്സി വിളിച്ചിട്ട് പോകണം. 4x4 ടാക്സി അവൈലബിൾ ആണ് ഇവിടെ. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ. കസൂളത്തെ കാഴ്ചകളാട്ടോ ഈ കാണുന്നതൊക്കെ. ഹിമാചൽ ഭാഗമായിട്ടില്ല. കസൂൾ അതിമനോഹരമായ സ്ഥലം, ആരെയും അമ്പരിപ്പിക്കുന്ന സൈസ് സ്ഥലം. ഇവിടെ നിന്ന് ഗ്രഹൺ വില്ലേജിലേക്കാണ് അടുത്ത യാത്ര. കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4x4 അതിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. കസൂൾ പ്രകൃതിയായി മനോഹരമായി നിൽക്കുന്ന പച്ചയിൽ പൊതിഞ്ഞ ഒരു ഗ്രാമമാണ് കസൂൾ. വളരെ മനോഹരമായ ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ കാലഘട്ടങ്ങളൊക്കെ വളരെ മനോഹരമാണ്. പഴമയിലേക്ക് തിരിച്ചു വരുന്ന ഒരു ചെറിയൊരു ദൃശ്യം. ഇപ്പോൾ ഗ്രഹൺ വില്ലേജിൽ എത്തിക്കഴിഞ്ഞു. മുകളിൽ ഐസും ഉണ്ട്. ഈ സമയത്ത് മെയ് മാസം 6-ാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. മുകളിൽ ഐസാന്ന് കാണുന്നത്. ഗ്രഹൺ വില്ലേജിലെ വിശേഷങ്ങളുമായി കൂടുതൽ കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അതിമനോഹരമായ മഞ്ഞുകളിലും പച്ചപ്പിലും പൊതിഞ്ഞു കിടക്കുന്ന ഗ്രഹൺ വില്ലേജ്. ഇവിടെ ഇഷ്ടംപോലെ ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്. ചെറിയ പൈസക്ക് അവൈലബിൾ ആണ്. ഫുഡിനാണ് ഇവിടെ കുറച്ച് കോസ്റ്റ്ലി കൂടുതൽ കാണുന്നത്.
ഗ്രഹൺ വില്ലേജിൽ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ ഭാഗങ്ങളിലൊക്കെ നിറയെ ഐസുകൾ ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഈ മലകളിൻ്റെ മുകളിൽ മാത്രമുള്ള ഐസ് മാത്രമേ ഉള്ളൂ. ഈ ഭാഗം മാത്രമേ ഐസ് ഉള്ളൂ. ബാക്കിയുള്ള താഴെ ഭാഗങ്ങളിലൊക്കെ പച്ചയാൽ പൊതിഞ്ഞു കിടക്കുന്നു. അതിമനോഹരമായ ദൃശ്യങ്ങൾ. ആ സൈഡിൽ കാണുന്ന അതിൻ്റെ താഴ്ഭാഗങ്ങളിൽ പുൽഗ എന്നൊരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടേക്കാണ് ഇനി നമ്മൾ പോവാൻ പോകുന്നത്. കസൂളിലെ ഗ്രഹൺ വില്ലേജിൽ ഇപ്പോൾ ചെറിയ ഒരു മഴ പെയ്തു. മഴ പെയ്ത കാരണത്താൽ ഇവിടെ തണുപ്പ് അതിശക്തമായി. ഐസുകളൊക്കെ അവിടെയും ഇവിടെയൊക്കെ വീണ്ടും രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ദൃശ്യങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ചെറിയ തോതിൽ മഴ പെയ്തിട്ട് നല്ല വെള്ളത്തുള്ളിയാൽ നിൽക്കുന്ന ഓരോ ചെടികളുടെ ഇലകളും ഓരോ വൃക്ഷത്തിൻ്റെ ഇലയും വളരെ അതിമനോഹരമായിട്ടുണ്ട്. കുറച്ച് അപ്പുറത്ത് നേരത്തെ കണ്ട ആ ഭാഗമാണ് ഇപ്പോൾ ഒന്നും കൂടി ഐസായി മാറിയിട്ടുണ്ട്. അതിൻ്റെ താഴെയാണ് ഞാൻ പുൽഗ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത്. അവിടേക്ക് ഇന്ന് മഴ കാരണത്താൽ അങ്ങോട്ട് എത്താൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റില്ല. ഏതായാലും വളരെ മനോഹരമായ മഞ്ഞളിൽ കുളിച്ചു നിൽക്കുന്ന വില്ലേജാണിത്. ഒരു പ്രത്യേകതരം ഒരു മരം. കസോളിൽ ഇതുപോലെ മനോഹരമായ ഗ്രാമങ്ങൾ ഇനിയും ഉണ്ട്. ഗ്രഹൺ വില്ലേജിലെ വിശേഷങ്ങൾ ഇവിടെ ഇനിയും ധാരാളമുണ്ട്. പുൽഗ വെള്ളച്ചാട്ടത്തിലേക്ക് ഇന്നെത്താൻ പറ്റുമെങ്കിൽ ഇന്ന് നിങ്ങളെ കാണിക്കാം. അതിമനോഹരമായ ഗ്രഹൺ വില്ലേജ്. ഗ്രഹൺ വില്ലേജ് ഓരോ സമയത്തും കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗങ്ങളിൽ നേരത്തെ ഒന്നും ഐസ് ഒട്ടും ഇല്ലായിരുന്നു. വീണ്ടും ഇവിടെ ഐസ് സാവധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിമനോഹരമായ അതിശൈത്യമായാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഏകദേശം ഒരു 0 ഡിഗ്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കാലാവസ്ഥ. भाई अभी कितना अभी टेम्परेचर देखने के लिए है ना, नेट ही नहीं है रहा मेरे साथ. ഓരോ ഭാഗവും തണുപ്പ് കാരണത്താൽ ഐസ് മൂടിക്കൊണ്ടിരിക്കുകയാണ്.
നേരത്തെ ഇവിടങ്ങളിലൊക്കെ ഓരോ വിട്ട് ഐസ് കണ്ടിരുന്നു. ആ ഭാഗങ്ങളിലൊക്കെ ഒന്നും കൂടി ഐസ് കട്ടയായിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഗ്രാമങ്ങളിലൂടെ ഒന്ന് ചെറിയ ഒരു ദൃശ്യവുമായി. നല്ല തണുപ്പാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഗ്രാമങ്ങളിലൂടെ ഒരു ചെറിയ ഒരു യാത്ര. മഴ കാരണത്താൽ ഇവിടെ ചളി ആകെ ഉണ്ടായിട്ടുണ്ട്. സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ വഴുക്കും. ഓരോ ഭാഗം തണുത്ത് ഉറയുന്ന ഒരു ദൃശ്യങ്ങളാണ്. ഈ ഭാഗങ്ങളിലൊക്കെ കോടമഞ്ഞ് തണുപ്പ് അനുഭവപ്പെടുന്നു. അതിഭയങ്കരമായ ശൈത്യം. ബ്ലോഗ് ചെയ്തതിന്റെ അടിയിൽ നമുക്ക് 2 കാസർകോട്ടുകാരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഒരു കോഴിക്കോട്ടുകാരനുണ്ട് ഇവിടെ. ഏകദേശം ഇവിടെ എത്ര ഡിഗ്രി തണുപ്പുണ്ടാവും ഇപ്പൊ? -10 ഇന്ന് -10. ചെറിയ ഓരോ യാത്രന്റെ അടിയിലും ഓരോ മലയാളികളെ നമ്മൾ കാണും. ഞാനിന്നലെ നടന്നു. അതിഭയങ്കരമായ തണുപ്പ് നിങ്ങളെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. അപ്പം അങ്ങനെ നമ്മൾ പുൽഗ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ്. പുൽഗ വെള്ളച്ചാട്ടത്തിൻ്റെ ഇതിൽ നിന്ന് വരുന്ന ചെറിയ അരുവികളാണിത്. ചെറിയൊരു വെള്ളച്ചാട്ടം. അതിഭയങ്കരമായ ശൈത്യം തന്നെയാണ്. തണുത്തിട്ട് മായ എൻ്റെ പിന്നാലത്തിന് കൂടിക്കൂടി. ദൈവമേ, കടിക്കല്ലേ. തണുത്ത് ഇതിൻ്റെ രോമങ്ങളൊക്കെ ഒരു ഇതായിട്ടുണ്ട്. വെരി ഓരോ ഭാഗത്തുനിന്ന് ഓരോ മലയാളികൾ. ഒരാൾ കോഴിക്കോട് നിന്ന്, 2 ആൾ കോട്ടക്കൽ ഭാഗത്ത് നിന്ന്. പുൽഗ വെള്ളച്ചാട്ടത്തിൽ പോകുന്ന സന്തോഷത്തിലാണ് എല്ലാവരും. വഴുക്കലുണ്ട്, നല്ല സൂക്ഷിച്ചു വേണം ഇതിലെ കയറി പോകാൻ.
മഴ, ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. നല്ലൊരു മഴ പെയ്ത് തോർന്നതിനാൽ ഇതിലെ സൂക്ഷിച്ചു പോകണം. ഓരോ കൈ, ഓരോ കാൽ എന്നിവ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നായ പിന്നാലെ തന്നെ ഉണ്ടല്ലോ. നടക്കാൻ പറ്റുന്നില്ല അല്ലേ? നടക്കാൻ പറ്റുന്നില്ല അറിയാം. എത്ര കിലോമീറ്റർ ഉണ്ടാവില്ലേ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്ക് അല്ലേ? ഗ്രാമീണ കാഴ്ചകൾ കണ്ട് പുൽഗ വെള്ളച്ചാട്ടത്തിലേക്ക് റൂട്ട് വായിക്കൂലല്ലോ അല്ലേ? റൂട്ട് വായിച്ചിട്ടില്ലല്ലോ. ഗ്രാമീണ കാഴ്ചകൾ കണ്ട് അപ്പം സുഹൃത്തുക്കളെ, പുൽഗ വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ട്രക്കിങ്. അയ്യോ, ശ്രദ്ധിച്ചു വരി. അല്ല പിന്നെ ഇനി ക്യാമറ ഓഫ് ആക്കി പെട്ടെന്ന് എടുക്കാം നമുക്ക്. ചിലവര് തണുപ്പ് കാരണം തിരിച്ചു പോയി. പുൽഗ വെള്ളച്ചാട്ടത്തിലേക്ക് പകുതി വഴി വെച്ച് മടങ്ങിപ്പോയി. ഒന്ന് പെട്ടെന്ന് എത്തണം. അതിഭയങ്കര തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട് ഈ ഭാഗത്ത്. कितना दूर है इधर से? बस थोड़ा ही दूर है ना. हाँ. जल्दी जल्दी जाएंगे तो 10 मिनट बाकी है? नहीं 10 दूर ना 15-20 मिनट लग जाएंगे. अच्छा, तो 7 बजे आती है. 7 बजे इधर रात आएगा. हाँ जी. अच्छा, ओके. പുൽഗ വെള്ളച്ചാട്ടം ദേഹൻ വില്ലേജിൽ നിന്ന് 2 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വന്നു പോന്നാൽ പുൽഗ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. മുകളിലൊരു അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം കൂടിയുണ്ട്. സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുന്നു.
ഇവിടെ മൊബൈൽ റേഞ്ച് ഇല്ല. ഇവിടെ സിമ്മ് കൊണ്ടുവരികയാണെങ്കിൽ BSNL ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നിൽക്കണേ. എവിടെ ചെന്നാലും BSNL തന്നെയാണ് താരം. ഇവിടെ ഉണ്ടൊരു ചെറിയൊരു വെള്ളച്ചാട്ടം. പുൽഗ വെള്ളച്ചാട്ടം രണ്ടാമത്തെ ചെറിയ. ഇവിടെ നിന്നാണ് പാർവതി നദി. ഇങ്ങനെ പോയി കാസർഗോഡ് ആ റോഡിൻ്റെ അടിവാരങ്ങളിൽ കൂടെ ഒഴുകി ഒഴുകി കാസർഗോഡിലേക്ക് എത്തുന്നു. നായയാണ് ഞങ്ങൾ വഴികാട്ടി. കണ്ടില്ലേ, നായ ഫസ്റ്റ് ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തന്നു. പക്ഷെ ഞങ്ങൾ ആരും പോകാൻ റെഡി ആയില്ല. പിന്നെ താഴെ മേലേക്ക് തന്നെ കയറേണ്ടി വന്നു. നായക്കറിയാലോ, നായ സ്ഥിരം ഇങ്ങനെ വഴി കാട്ടുന്ന ഒരു ജീവിയല്ലേ. അങ്ങനെ ഗ്രഹൺ വില്ലേജിലെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാസർഗോഡിലെ മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്. അങ്ങനെ ഇവിടെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം അറിയിക്കുന്നു.